നമ്മളതെങ്ങട്ടാ? ബീച്ചിലേക്കോ? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സൺഡേ ബീച്ച് ഡേന്റെ വീഡിയോസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സഞ്ചി കൊണ്ടുപോകുന്നത് എന്താ ഉള്ളത് നോക്കട്ടെ. 2 ടവൽ 1 ബോട്ടിൽ, പിന്നെ നമ്മൾ ചപ്പലൊക്കെ വെക്കാനാണ് ഈ കവർ എടുക്കുന്നത്. ഏത് ബീച്ചിലേക്കാണ് പോകുന്നത്? ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു ഗോയിസ്. ഞങ്ങൾ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോവുകയാണ്. കാരണം എപ്പോഴും ഞാനാണ് വണ്ടി ഓടിക്കാറ്. ഇപ്രാവശ്യമെങ്കിലും ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക. കാരണം എല്ലാം റിസ്ക് എടുത്ത് എല്ലാവരെയും മേയിച്ച് കൊണ്ടുപോകണം ഞാൻ. അങ്ങനെ ബീച്ചിലെത്തി. ബീച്ചിൽ ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനാണ്. ബിക്കോസ് അതിനാണ് മെയിനായിട്ട് വന്നത്. ജീവിതത്തിലെ എല്ലാ മൊമെൻറ്റ്സും ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടും. കാരണം ഞങ്ങളുടെ ലൈഫിൽ എല്ലാ മൊമെൻറ്റ്സും ഞങ്ങളത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മളത് കടന്നു പോകും. അപ്പം ഇനിയുള്ള കാലത്ത് നമുക്ക് കണ്ടു ഓർമ്മിക്കാനും നമുക്ക് ഓർത്ത് വെക്കാൻ ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ളത് ഈ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളേ ഉള്ളൂ. ഇപ്പം നമ്മളെ മക്കൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കും ആ ഒരു ഏജ് കടന്നു പോവുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിലെ ഏകദേശം എല്ലാ മൊമെൻറ്റ്സും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടാവാറുണ്ട്. കുറേയൊക്കെ നമ്മൾ സങ്കടപ്പെട്ട് ഇരിക്കാറുമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ സങ്കടപ്പെടാനുള്ള സമയമില്ല. കാരണം എനിക്ക് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ കുറേ ഫുഡിൻ്റെ സ്റ്റോൾസ് ഉണ്ട്. മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ മാംഗോ എനിക്ക് അത്രയ്ക്കാണ്ട് താല്പര്യമില്ല, കാരണം പച്ചയാവും. പക്ഷേ ഇത് കുറച്ച് പഴുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എരിവും ഉപ്പും പുളിയൊക്കെ കൂടിയായിട്ട് ഒരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത് മധുരമുള്ള ഐറ്റംസാണ്. അപ്പോൾ അവിടെ മാംഗോ ഐസ്ക്രീം മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്തു. ഏട്ടായിക്ക് സ്പൈസി, ഞാൻ മധുരമാണ്. നല്ല കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ നല്ല മാംഗോ ഐസ്ക്രീം ഒക്കെ ഇട്ട മിൽക്ക് ഷേക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാണ്. വായിൽ പറയുമ്പോൾ തന്നെ വായിൽ. ഫുഡടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങൾ ബീച്ചിലേക്കാണ് ഇറങ്ങിയത്. ബീച്ചിലേക്ക് ഇറങ്ങിയ വീഡിയോസും ഫോട്ടോസും ഒന്നുമില്ല. കാരണം ഞങ്ങൾ ഫോണും എല്ലാ സാധനങ്ങളും വണ്ടിയിൽ വെച്ചിട്ടാണ് പോയത്. കാരണം അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ സാധനങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെ വരാറില്ല. അപ്പോൾ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇരിക്കട്ടെ. ഇതാണ് ഞാൻ പോകുമ്പോഴുള്ള ബീച്ചിലേക്ക് വരുന്നപ്പോൾ കണ്ടില്ലേ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളൊന്ന് ഫ്രഷപ്പ് ആയിട്ട് നെക്സ്റ്റ് ഞങ്ങൾ അടുത്ത ബീച്ച് പിടിച്ചു, തണ്ണീർബവി ബീച്ച്. അത് ഞങ്ങൾ പനമ്പൂർ ബീച്ച് പോയപ്പോഴേ അവർ പറയുന്നുണ്ടായിരുന്നു തണ്ണീർബവി ബീച്ചിൽ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലേ എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആ ന്യൂസ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയി നോക്കാം, എന്തായാലും ഫെസ്റ്റിവൽ അല്ലേ, നമുക്ക് ടൈം ധാരാളം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ വെച്ച് പിടിച്ചു. അങ്ങനെ സൈഡിലൊക്കെ നല്ല കളർഫുൾ. അങ്ങനെ ഞങ്ങൾ തണ്ണീർബവി ബീച്ചിലെത്തിയിട്ടുണ്ട്. ഫുൾ ലൈറ്റിങ്ങും സെറ്റിങ്ങും ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു കാണാൻ. കാരണം എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ലൈറ്റിങ്സൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പ്രോഗ്രാംസിന് പോകുന്നത്, ഉത്സവങ്ങൾ, ഇതൊക്കെ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫിഷ് ഫ്രൈയും നീർദോശയും ട്രൈ ചെയ്തു. പറയാതിരിക്കാൻ വയ്യ, സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ വിലയും നല്ല സൂപ്പറായിരുന്നു. പിന്നെ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നി, ബട്ട് എന്നാലും വേണ്ടില്ല, വൺസ് ഇൻ എ വൈലല്ലേ. അങ്ങനെ അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, മ്യൂസിക് പ്രോഗ്രാം. രഘു ദീക്ഷിതിൻ്റെ പ്രോഗ്രാമായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. ಪ್ರೋಗ್ರಾಮ್ ಚೆನ್ನಾಗಿದ್ದಾವೆ. ಯಾರು ಪಾಟು ಯಾರು मुझे मालूम എന്ത് मुझे मालूम പ്രോഗ്രാം കുറച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ കൊച്ചിൻ വില്ലേജ് റെസ്റ്റോറൻറ്റിൽ പോയി പൊറോട്ടയും ചിക്കനും നല്ല ബീഫൊക്കെ കഴിച്ച് ഞങ്ങൾ ഡേ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.